ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രൈഡ്. പേരെന്തേ മോളെ? ഷഹരിയാർ. ഫാത്തിമ ഷഹരിയാർ. ഓക്കെ. അധികം എൻ്റെ പേര് പോലത്തെ ഒരു പേരാണ്. ആരും അധികം ഒന്നും ഓർത്ത് ബുദ്ധിമുട്ടൂല. ഒരു 10 പ്രാവശ്യം ഇങ്ങനെ ചോദിക്കുകയും ചെയ്യും അല്ലേ? പേര് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കൂലേ? ഞാനും എപ്പോഴും അതുകൊണ്ട് തന്നെ ഞാൻ പോപ്പിന്നേ പറയാറുള്ളൂ. മറ്റേ പേര് ഞാൻ ആരോടും പറയാൻ മെനക്കെടാറില്ല. എങ്ങനെയാ വേണ്ടേ? സിമ്പിൾ മതി. സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട്. അങ്ങനെ സെയിം സ്കിൻ ടോൺ ടൈപ്പ് എടുത്ത് കാണിക്കണ്ട. ഓക്കെ. സാരി ഇഷ്ടമായിട്ടാണോ? സാരി എനിക്ക് ഭയങ്കര ഇഷ്ടം സാരി എടുക്കുന്നത്. ഇനിയുള്ള ഫംഗ്ഷനൊക്കെ എന്താ സാരിയാണോ അതോ ഇന്നൊരു ദിവസം മാത്രമേ? ഞാൻ ഇന്നലെ സാരി ആയിരുന്നു. ഇന്നലെ സാരി ആയിരുന്നു. ഓ, യൂഷ്വലി എല്ലാവരും ഒരു ദിവസത്തേക്കൊക്കെ സാരി എടുക്കാറുണ്ട്. കശ്മീരിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാണ്ട് ഒരു 8-9 ദിവസം വരെയൊക്കെ എടുക്കും അത് ക്ലിയറായി വരാൻ. പതുക്കെ ക്ലിയറായി വരിക ചെയ്യാം. അത് മാക്സിമം ബ്രൈറ്റായിട്ട് വരും. എന്നിട്ട് ഇപ്പം തന്നെ ഈ ഒരു ഭാഗത്തിനൊക്കെ കുറച്ചും കൂടെ പഴയതിനേക്കാളും ക്ലിയർ ആയില്ലേ? സ്പെഷ്യൽ പേരുകാരാണല്ലോ. ഇന്ന് രാവിലത്തെ സുഹാനായിരുന്നു, അവൻ മഴണ്ടായിരുന്നു. തീരുമാനമാട്ടെ, എന്നിട്ട് നാളത്തെ പറയാം. ഇന്നത്തെ ഇപ്പോഴും മാച്ചാവില്ലേ? കളറ് മാച്ചിങ് അല്ലേ? കുഴപ്പമില്ല. ഇതൊക്കെ ആ വിക്ടോറിയൻ രൂപപ്പെട്ടിട്ടുള്ളതല്ലേ? വെച്ചിട്ടാണോ അതല്ല ഇതിന്റെ ചെരിവുണ്ട് അതാണോ? അതിനൊരു ജന്മന ഒരു വളവുള്ള മൊയ്തി ഒരുക്കിയത്. ഇതേ ഒരു ഇടതുപക്ഷ ചായ്വുണ്ടോ? ഈ പാക്കറ്റ് പൊട്ടിക്കുന്ന വീഡിയോ എടുത്തില്ലേ? അല്ല നോക്കിയേ, ഈ 2 ബീഡ് വേറെ രൂപത്തിലും ഈ 2 വേറെ രൂപത്തിലല്ലേ നിക്കുന്നത്? ഡാമേജ് സിവിയർ പേ ചെയ്യേണ്ടി വരും. അല്ല, ഇത് വരുമ്പോഴേ ഉള്ള ഡാമേജ്. അതുകൊണ്ട് പിന്നെ പ്രശ്നമല്ല, നമ്മളാക്കി ഉണ്ടാക്കിയല്ലോ. ഒരു ചെരുവ് അതാ ഞാൻ നോക്കുന്നത്. ഇതിന് എന്താ ഒരു ഇടതുപക്ഷ ചെരുവ്? അത് വിടരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സെന്റർ ആണോ എന്ന് മനസ്സിലാവുന്നത്. ഇത് ആക്ച്വലി സെന്ററിലാണ്, പക്ഷെ നമുക്ക് മൊത്തത്തിൽ നോക്കുമ്പോ ഇങ്ങോട്ടേക്ക് പോയ പോലത്തെ ഒരു ഫീലും. ഒക്കെ വെച്ചു കൊടുത്തു. ഇന്നലെ ആരെ നീ എന്നെ ചെയ്തോ? ഞാൻ കൊണ്ടേക്ക് ഇതാ. സിംഗിൾ ലെയറിൽ സാരി ഉടുക്കുന്ന സമയത്ത് എപ്പോഴും ഈ ഒരു ഏരിയ കയറി പോകുന്നൊരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. എല്ലാവർക്കും സെൽഫായിട്ട് നമ്മൾ ഉടുക്കുകയാണെങ്കിലും ബ്രൈഡിനാണെങ്കിലും അതിന് നമ്മൾ സിംഗിൾ ലെയറിലാണ് സാരി ഉടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടേക്ക് വലിച്ചതിന് ശേഷം നമ്മുടെ ബ്ലൗസിനോട് കൂട്ടിയിട്ട് ഇതിനകത്ത് പിൻ ചെയ്ത് വെക്കുക. ഇതിനകത്ത് പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇളകുന്നതിനനുസരിച്ച് ഇങ്ങോട്ടേക്ക് പോകില്ല. ഇതിവിടെ ടൈറ്റായിട്ട് ഇതിൽ തന്നെ നിന്നോളും. ഇത് ഇവിടെ കുത്തിയിട്ട് അതിന് ശേഷം നമ്മൾ ഇത് കുത്തി കഴിയുമ്പോൾ നമ്മൾ ആ പിന്ന് കുത്തിയ കാര്യം കാണുകയില്ല, നമുക്കത് ക്ലിയറായിട്ട് നിൽക്കുകയും ചെയ്യും. ഇനി എല്ലാവരും സാരി എടുക്കുന്ന സമയത്ത് സിംഗിൾ ലെയറിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അങ്ങനെ ആകുമ്പോൾ ഇത് നമ്മുടെ കൈറ്റിൻ്റെ ഉള്ളിലേക്ക് പോകുന്നൊരു പ്രശ്നം ഉണ്ടാവില്ല. കഴിഞ്ഞു. ഇഷ്ടമായോ? ഓ, ഇഷ്ടമായി. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെച്ചിട്ടാണ്. ബഹളം പക്ഷെ നമ്മൾ എടുത്തിട്ടില്ല. വളരെ കൂളായിട്ട് ഒരു പ്രശ്നം തന്നെയാണ് അല്ലേ? വളരെ സമാധാനം ചെയ്ത വർക്കാണ്. എത്ര മണിക്കാണ് വീട്ടിൽ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? വീട്ടിൽ ഫംഗ്ഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യാറായി. ഓക്കെ, നമ്മളെ പറ്റല്ല കേട്ടോ. ബ്രൈഡ് രാവിലത്തെ ഫംഗ്ഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നതിൻ്റെ പ്രശ്നം. അപ്പം വീണ്ടും കാണാം. ഓക്കെ, ശരി.